എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അവിടെ രാഗി എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് അവിടെ 2 പട്ടികളായിട്ടേ ഉള്ളത്. ഈ ചേച്ചിയുടെ അയൽവാസികളായ കുറച്ച് സ്ത്രീകളുണ്ട്. ഇവർക്ക് ആർക്കും പണ്ട് തൊട്ടേ ആനിമൽസിനോട് വലിയ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ ഒരു ദിവസം രാഗി ചേച്ചി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റണി, അവരെന്തോ ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്, ഇന്നത്തോടെ എല്ലാത്തിന്റെ ശല്യം തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരുടെ നമ്പർ ഒന്ന് ഞാൻ വിളിച്ചു. നിങ്ങൾ എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. അതിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല, വിഷമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോ സപ്പോസ് പോയിസൺ ആണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, നിങ്ങൾക്കെതിരെ 5 വർഷം വരെ ഇതിന്റെ ശിക്ഷയൊക്കെ കിട്ടാം. തീർച്ചയായിട്ടും നമ്മൾ അതിന് മൂവ് ചെയ്യും. ഇത് ഈ കോൾ കഴിഞ്ഞ ഉടനെ ഈ സ്ത്രീ, ഈ പുള്ളിക്കാരി പോയിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അന്ന് രാത്രി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേന്ന് 10 മണിക്ക് സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് 10 മണിക്ക് വന്നു. ഒരു പോലീസുകാരൻ മുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സ്റ്റേഷനിൽ പുറത്തേക്ക്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചാൽ എന്താ പരാതി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ആളോട് പറഞ്ഞു, സാറേ, ഞാൻ പരാതിക്കാരനല്ല, എനിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കുന്നത്, ഞാൻ ഏതോ സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട്, നിന്റെ ചിരി ഭയങ്കര കൂടുതലാണല്ലോ, നീ ഭയങ്കര ചിരിക്കാരനാണോ, നിന്റെ ചിരി നമുക്ക് നിർത്താന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ വിളിച്ചിട്ട് ലോക്കപ്പിനടുത്ത് കൊണ്ടുപോയി നിർത്തി. അപ്പൊ ഞാനിവിടെ നിന്നോളെ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ, വേണ്ട, നീ ഇരിക്കണ്ട, നീ നിന്നാ മതി എന്ന് പറഞ്ഞു. ഒരുമാതിരി എന്നെ പണിഷ് ചെയ്യുന്ന പോലെ. ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നു. അപ്പോൾ ചെയർ തട്ടി മാറ്റി. ആ സൈഡിലൂടെ പോയ ഒരു പോലീസുകാരൻ എന്നെ എന്നോട് തെറി പറഞ്ഞു. എന്നെ തെറി വിളിച്ചു, നല്ല ആൾ എന്നോട് തെറി പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു. നേരെ ഒരു പോലീസുകാരൻ, അപ്പോൾ ആളെ എൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് നേരെ വീണ്ടും ലോക്കപ്പിന്റെ അടുത്ത് കൊണ്ട് നിർത്തി. നീ അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കും, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തറയിലിരുന്നു. പരാതിക്കാരികൾ പറഞ്ഞത് മുഴുവനും SHO കേട്ടു. എന്നെ അവിടെ നിർത്തിയേക്കാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരു സ്ത്രീയെ ഒരാൾക്ക് വിളിക്കാനുള്ള റൈറ്റ് ഇല്ല, നമ്പർ കിട്ടിയാൽ വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. നിനക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തരണം. അവർ പോയിസൺ എന്ത് വേണേലും കൊടുത്തു കഴിഞ്ഞാൽ പോലും നീ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നീ വിളിച്ചിട്ട് അവരോട് നിയമം പറയേണ്ട റൈറ്റ് ഒന്നും നിനക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ആ രാത്രി ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞോടെ വിഷം വെക്കാൻ എന്തോ നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു, ഒരിക്കലും പോവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിയമം ഇവർ ചെയ്യാത്തതിന്റെ പേരിലാണ് നമ്മൾ വിളിച്ച് പറയേണ്ടി വരുന്നത്. ഈ ഡോഗുകള് വിഷം കഴിച്ച് മരിച്ചതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ പോയിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് പോലും ഇവര് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല.